ഇങ്ങോട്ട് ഈ പോലെമാരെ പിറ്റ് പോട്. ഇങ്ങനൊരു പാർട്ടിയല്ലേ? ഏതെങ്കിലും പോലെമാര് അന്റെ മുസ്ലിയാർമാര് ആരെങ്കിലും പോയപ്പോ ഓനെ പോയിക്കാട് എന്തിനാ ഈ തൊക്കണ്? നിങ്ങൾ CPM എന്നൊരു പാർട്ടിയല്ലേ? ഒരു അന്തസ് വേണ്ടേ? ഏറ്റവും ഭൂരിപക്ഷം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടിയല്ലേ? ഇല്ല, മോദിയന്മാരെ പോയി തക്ക. പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യുന്നത്? പൗരത്വത്തിന്റെ പോയി മൂപ്പിന് പള്ളിക്കല കത്തി വെച്ചോണ്ട് ഈ മോദിയന്മാരെ പിന്നെ ഇങ്ങോട്ട് നടക്കണം. എന്നാലും ഞങ്ങൾ സാധാരണ 4 മോദിയന്മാരെ നാളെ ഞങ്ങളെ ചീത്തറിയുമ്പോത്തിന് ഞാനും നാളെ വിദ്യാഭ്യാസ മന്ത്രി എനിക്ക് ഇങ്ങോട്ട് കാര്യം പറയണം. നിങ്ങളൊരു നിലവാരമുള്ള മനുഷ്യൻ. മന്ത്രിന്റെ ആവശ്യം ഞാൻ സ്വറ്റായിട്ട് താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ മന്ത്രിന്റെ 2-3 സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വെച്ച് കാര്യപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റി ബ്യൂറോ ഏതെങ്കിലുമൊക്കെ ഒന്ന് സ്വീകരിക്കാൻ വരികച്ചു. അപ്പോൾ 2 മോദിയന്മാര് വരുന്നത് അതിനിങ്ങനെ ലിഫ്റ്റ് കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ഞാൻ എല്ലാവരും ബാക്കിൽ പോയി നോക്കി. ഉള്ളൊക്കെ മന്ത്രി അടിച്ചപ്പോൾ മന്ത്രിന്റെ പ്രൈവറ്റ് റൂമിൽ കൊണ്ട് എന്തിനാ ഇതൊക്കെ എന്താണ്? ഇന്ന് നമ്മുടെ മന്ത്രിമാർക്കും MLA മാർക്കും MP മാർക്കും ഇല്ലാതെ പോയ ഒരു കാര്യമാണ് തിരിച്ചറിവ് എന്നുള്ളത്. ഞാൻ എങ്ങനെയാണ് MLA ആയത്, ഞാൻ എങ്ങനെയാണ് MP ആയത്, ഞാൻ എങ്ങനെയാണ് ഈ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയത് എന്നൊരു തിരിച്ചറിവ് നമ്മുടെ ഭരണാധികാരികൾക്ക് ഇല്ലാതെ പോയി എന്നുള്ളത് വളരെയധികം കഷ്ടമുണ്ട്. ഈ MLA ഇവിടെ പറഞ്ഞതിൽ നിന്നും തന്നെ അത് ബോധ്യമാണ്. കാരണം ഇന്നലകളിൽ CPM ആകട്ടെ മുസ്ലിം ലീഗ് ആകട്ടെ ഏത് നേതാക്കന്മാരും ഉസ്താദുമാരുടെയും അച്ഛന്മാരുടെയും തന്ത്രിമാരുടെയും എല്ലാം ഉമ്മറപ്പടികളിൽ കയറിയിറങ്ങി വോട്ടുകൾ എരന്നു വാങ്ങി അതേ ആളുകൾക്കെതിരെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അഹങ്കരിച്ച് പറയുമ്പോൾ എത്രമാത്രം ആഭാസകരമാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മന്ത്രിമാരാകട്ടെ MP മാരാകട്ടെ MLA മാരാകട്ടെ എന്ന് തുടങ്ങി ഇന്ത്യയിലെ ഏത് ഭരണാധികാരികളും അവരെല്ലാം ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. അഥവാ ജനങ്ങളുടെ സേവകർ മാത്രമാണ്. ജനങ്ങളാണ് ഇവിടെ രാജാവ്. ജനങ്ങൾക്കാണ് ഇവർ സേവനം ചെയ്യേണ്ടത്. ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർ ജീവിക്കണം. അതിനൊരു പക്ഷേ 2 വർഷത്തെ കാലാവധിയേ ഉണ്ടാവുകയുള്ളൂ. ചിലപ്പോൾ അതിനേക്കാൾ നീണ്ടേക്കാം, ഒന്നും പറയാൻ കഴിയുകയില്ല. പക്ഷേ ഇവർ ഇലക്ഷന് മുമ്പുള്ള മുഖമല്ല ഇലക്ഷന് ശേഷം ഉണ്ടാകാറ്. ഇലക്ഷന് മുമ്പ് ചിലപ്പോൾ പള്ളിയിൽ കയറി മുസ്ലിമീങ്ങൾക്കിടയിലിരുന്ന് വിശ്വാസികൾക്കിടയിലിരുന്നു കൊണ്ട് കഞ്ഞി വടിച്ചു കുടിച്ചേക്കാം. അതേ ആളുകൾ തന്നെ ഇലക്ഷൻ കഴിഞ്ഞാൽ പള്ളിയിൽ കയറി ജയ് ശ്രീറാം വിളിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഉസ്താദുമാരുടെ ഉമ്മറപ്പടികളിൽ കയറി ഇറങ്ങി വോട്ടുകൾ വാങ്ങും. എന്നിട്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ അതേ ഉസ്താദുമാർക്കും അച്ഛന്മാർക്കും തന്ത്രിമാർക്കുമൊക്കെ എതിരെ അസഭ്യവും നന്ദികേടും പറയുന്ന ചില ആളുകൾ. എന്നാൽ ഓരോരുത്തരും തിരിച്ചറിയേണ്ട കാര്യം, ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്ന ആളുകൾ വരെ ഒരു പക്ഷേ ജനങ്ങളുടെ വോട്ട് കൊണ്ട് ഔദാര്യം കൊണ്ട് MLA ആകാം. അങ്ങനെയാണല്ലോ ചായക്കടക്കാരൻ വരെ മന്ത്രിയാകേണ്ടി വന്നത്. അതൊരു പക്ഷേ വരും വർഷം വരെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അതിനിടയിൽ ഇവർക്ക് ശാശ്വതമായ സ്ഥാനം ലഭിച്ച ഒരു പ്രതീതിയാണ്. അതുകൊണ്ട് മന്ത്രിയാകുന്നതും MLA ആകുന്നതൊന്നും അതൊന്നും വലിയൊരു സംഭവമാക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. അതിനെക്കുറിച്ച് പഴയകാല ഒരു മന്ത്രി പറയുന്ന വളരെ അർത്ഥവത്തായൊരു വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. പാർട്ടി തീരുമാനിച്ചുകൊണ്ട് മന്ത്രിയായതാണ്. ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ വലിയ പ്രമാണിയൊന്നും ആവില്ല. മന്ത്രി ജനസേവനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കേ ജനങ്ങളുടെ ഇടയിൽ തൃപ്തിയും പ്രാമുഖ്യവും ഉണ്ടാവും. അല്ലാതെ ഒരു മന്ത്രിയായ വലിയ പ്രമാണിയൊന്നും ആവണ്ട. മന്ത്രി ഇന്നലെ വരുന്ന കൈത്തോട് കുറിക്കാൻ ഇന്ന് മന്ത്രി അതിനും വരും. കേട്ടാ, മന്ത്രി വരും പോവും. അതൊരു പ്രമുഖനൊന്നും ആവണ്ട, വിവരവും വേണ്ട മന്ത്രിക്ക്. ഇപ്പൊ മന്ത്രിക്ക് വേണ്ട സെക്രട്ടറി ജോലി ചെയ്തോളൂ. കേട്ടാ, ഒരു വിവരം കേട്ട മന്ത്രി ഇപ്പൊ എത്രയുണ്ട്? അദ്ദേഹത്തിന്റെ പാർട്ടിയോ ഇദ്ദേഹത്തിന്റെ പേരോ ഒന്നുമല്ല ഇവിടെ വിഷയം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അടിവരയിട്ട് ഇന്നത്തെ രാഷ്ട്രീയ മേലാളന്മാർ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. അതോടൊപ്പം പ്രവർത്തകന്മാരോട് പറയണം, ഇത് കേവലം രാഷ്ട്രീയമാണ്, അതിനപ്പുറമാണ് കുടുംബബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും എന്നുള്ളത് ഒന്ന് ബോധ്യപ്പെടുത്തുന്നതും നല്ലതായിരിക്കും.